21,500 ദിവസമാണ്. 21,500 ദിവസം. അല്ലാമ ഇബ്നു സുന്ന 21,500 ദിവസം അല്ലാഹുവിന്റെ ഭൂമിയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ ഒരു ദിവസം ഒരു തെറ്റ് എന്ന കണക്കിൽ ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കിതാബ് നൽകുമ്പോൾ വകിതാബൻ യൽഖാഹു മൻശൂറാ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട നന്മതിന്മകൾ രേഖപ്പെടുത്ത അല്ലാഹുവിന്റെ കിതാബിന്റെ കയ്യിലേക്ക് നൽകിയാൽ ഞാൻ ജീവിച്ച ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കി, പ്രായമുള്ളവർ മനസ്സിലാക്കി, പെണ്ണുങ്ങളും ആണുങ്ങളും മനസ്സിലാക്കി. ഇബ്നു സ്വമ്മ എന്ന മഹാൻ 60 വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി എത്ര ദിവസം ജീവിച്ചു? 21,500. എന്നിട്ട് ചിന്തിക്കാൻ, പടച്ചവനെ ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക 21,500 പാപങ്ങളാണ്. 21,500 എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മൾ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ മാ ലിഹാദൽ കിതാബ് വയഖൂലു മാ ലിഹാദൽ കിതാബ്. പടച്ചവനെ എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിന്റെ റബ്ബ് നിന്നെ ആക്രമിക്കൂല, അല്ലാഹു നിന്നോട് ദുൽമ ചെയ്യുന്നില്ല. മനുഷ്യന്മാർ പറയും മാ ലിഹാദൽ കിതാബ്. ആ ഒരു കിതാബിൽ 60 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വായിക്കേണ്ടി വരുന്നത് 21,500 പാപങ്ങളാണെങ്കിൽ യാ അല്ലാഹ് ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത്, ഖൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത്, മറ്റുള്ളവരോട് അസൂയ വെച്ചത്, ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിച്ചത്, ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത് ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ 21,500 അങ്ങ് വിന്യസിച്ചു കളഞ്ഞാൽ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ എന്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാമ ഇബ്നു സ്വമ്മ റളിയല്ലാഹു അൻഹു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ എന്നാ വെച്ചാന്നറിയോ? ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. നല്ല ബോധത്തിൽ ഖുർആൻ അർത്ഥാലോചിച്ചിട്ട് ബോധത്തോടുകൂടി ഖുർആൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ദവാഉൽ ഖൽബാണ്, ഹൃദയത്തിനുള്ള ചികിത്സയാണ്. ദവാഉൽ ഖൽബി ഖംസ. മഹാനായ അല്ലാമ ഇബ്രാഹിം അൽ ഖവാസ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, ആലിഫാണ്, ആലിമാണ്, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്ന ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 5 എണ്ണമാണ്. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ബോധത്തോടുകൂടി ഖുർആൻ ഓതുക. വഖലാഉൽ ബത്നി, വയറ് നിറച്ച് ഭക്ഷിക്കാതിരിക്കുക, ശരീരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറക്കാതിരിക്കുക. ഖലാഉൽ ബത്നി. വഖിയാമുൽ ലൈലി, രാത്രികാലങ്ങളിൽ 2 റക്അത്തെങ്കിലും അല്ലാഹുവിനെ തഹജ്ജുദ് നിസ്കരിക്കുക. വത്തദർറുഇ ഇൻദ അസ്സഹരി, അത്താഴ നേരത്തെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് അല്ലാഹുവിനോട് താണു വീണ് പുറത്തു തരണേ പടച്ചവനെ എന്ന് ചോദിക്കുക. വമുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക. ഈ 5 എണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ കലാം ഓതുന്നുണ്ടോ? നമ്മൾ ഖുർആൻ ഓതാൻ സാധിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ, നിങ്ങളുടെ കൈകളിൽ അല്ലാഹു തആല നിഅമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം. നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം. എത്രയെത്ര ഖുർആനിന്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ദിക്റിന്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, എന്തെല്ലാം ഹദീസുകൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, എന്തെല്ലാം കിതാബുകൾ, PDF-കളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ. നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ.
വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യും. നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം തന്നത്. ഉലമാനെ സംബന്ധിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്ത് ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിൽ ഖുർആൻ ഓതുമ്പോൾ വുദൂഇന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളോടൊക്കെ എപ്പോഴും വുദൂ എടുക്കണം പറഞ്ഞാൽ വല്ല റമദാൻ കഴിഞ്ഞാൽ ഖുർആൻ ഓതാൻ ആരെങ്കിലും കിട്ടുമോ? റമദാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അതിനുള്ള സൗകര്യം വുദൂ എടുക്കേണ്ടത് എന്ത് ചെയ്യുക? ബാത്റൂം പോവുകയാണെങ്കിൽ ആ പ്രോഗ്രാം ക്ലോസ് ചെയ്തിട്ട് പോയാൽ മതി. ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ ഉണ്ടല്ലോ, ഓതിക്കൊണ്ടിരിക്കുന്ന ബാത്റൂം പോകാൻ പറ്റുമോ? ഇല്ല, ഓത്തൊക്കെ നിർത്തിയിട്ട് പോകും. എന്നവന്റെ ഖുർആന്റെ ആപ്പ് സ്ക്രീനിൽ നിന്ന് ലോക്ക് ചെയ്യും, എന്ത് ക്ലോസ് ചെയ്യും, എന്നിട്ട് പോയിക്കോ. ഓപ്പൺ ചെയ്തോ, റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ ഖുർആൻ ഓദിക്കോ. എയർപോർട്ടിൽ കാത്തിരിക്കാൻ, ഫ്ലൈറ്റ് ഡിലേ ആയി, 2 മണിക്കൂർ ഡിലേ ആണ് എക്സ്പ്രസ്. ഉദാഹരണം പറയാം, അങ്ങനെ ഡിലേ ആവാറില്ലെന്ന് നമ്മൾ കേട്ടത്. കോഴിക്കോടാന്ന് വിചാരിക്കുക, കുറച്ച് സമയമുണ്ട്, ഖുർആൻ ഓദിക്കോ. ഒരാൾക്ക് ഓതിക്കൂടെ, ഒരാളെ ഇമ്രാൻ ഓതിക്കൂടെ, എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഖുർആൻ ഓദിക്കോ. നമ്മുടെ മൊബൈൽ ഫോൺ സംവിധാനമല്ലേ, 1000 റുപ്യയുള്ള അല്ലെങ്കിൽ 2000 റുപ്യയുടെ ഫോണുള്ള കാലാണിത് അല്ലേ? അല്ലാഹുവിന്റെ നിഅമത്തിന് ആ നിഅമത്തിന് ശുക്ർ ചെയ്ത് ജീവിക്കും മുഅ്മിനീങ്ങൾ. ചെറുപ്പക്കാരെ അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യും. ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഈ ഉമ്മത്തിനുള്ള ചികിത്സയിൽ 5 എണ്ണമാണ്. 5 ചികിത്സയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. 5 ചികിത്സകൾ. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ഖുർആൻ ഓതണം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതിക്കോളൂ, ധാരാളം ഓതിക്കോളൂ. ആയത്തുൽ കുർസി അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല, സൂറയില്ല. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അത്ഭുതമുള്ള സൂറത്തല്ലേ അത്. പിന്നെ 2 ദിവസം 3 ദിവസം മുമ്പ് ഒരു പെണ്ണിന്റെ മേത്ത് ജിന്നുകൂടിയുള്ള പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ആയ ഒരു കേസ് വന്നു. ആയത്തുൽ കുർസി ഓതേണ്ട ചില മറ്റു കാര്യങ്ങളൊക്കെ ഓതേണ്ട ഒരു ചികിത്സ ഉണ്ടായിരുന്നു. ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ ഈ സംഭവം പെണ്ണിളകാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി. അള്ളാഹ് പെണ്ണിനോട് വന്നിട്ട് ഓരോ പറഞ്ഞു കൊടുക്കണം. എൻ്റെ കുട്ടി മഹദിമാമാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ്, പിന്നെ വരാൻ പോണ ഈസാ നബി. ഒരു പെണ്ണിന് അങ്ങനെ തോന്നുകയാണ്. ഇടക്കിടക്ക് പറഞ്ഞു കൊടുത്ത് ആരൊക്കെയോ ആളുകൾ റൂഹാനികൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ പച്ചയായ കാഫിറായ ജിന്നുകാരെ കൂടിയെന്ന് ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞു. 24 ദിവസത്തെ ചികിത്സ കൊടുത്തിട്ടുണ്ട്. യാ അല്ലാഹ്. ആയത്തുൽ കുർസി ഓതിയപ്പോഴേക്കും പെണ്ണ് പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു, അവരുടെ ഭർത്താവ് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, പെണ്ണിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, പടച്ചറബ് ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. എന്താണ് ചെയ്യുക? നല്ല സ്വാലിഹത്തായ പെണ്ണ്. ഖുർആൻ ഭയങ്കര സംഭവമല്ലേ. എന്താണ് ഈ ആയത്തുൽ കുർസി എന്നൊക്കെ പറഞ്ഞാൽ ഇബ്ലീസ് ഇളകാണ് വെച്ച് കിടന്നിട്ട്. ആയത്തുൽ കുർസി നമുക്ക് ആയത്തുൽ കുർസിന്റെ വില പോലും മനസ്സിലായിട്ടില്ല അല്ലേ? ദേഹത്തുള്ള ഇബ്ലീസ് ഇളകാണ്. ആയത്തുൽ കുർസി തുടങ്ങണം, ഓതണ്ടെന്ന് പറയുന്നത്, ഓതണ്ടെന്ന് പറയുന്നു. ചെറുപ്പക്കാരനുള്ള വിഷമത്തിൽ പറഞ്ഞു. ആ പെണ്ണ് പറയാം, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ ഓതണ്ട, നിങ്ങൾക്ക് ഉറപ്പ്, എനിക്കല്ല ഓതണ്ട. ഈ ആയത്തുൽ കുർസി ഓതിയായി പിശാച് ഇളകും, പക്ഷേ ഓതാൻ പറ്റുന്നില്ല. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ഖുർആൻ? അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു ഇറക്കി തന്നില്ലേ? ഇതിനു വലിയ നിഅമത്ത് ലോകത്തുണ്ടോ? നമ്മുടെ ഫീഹി ശിഫാഉൽ ലിന്നാസ്, ശിഫയില്ലേ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. മനുഷ്യന്റെ മനസ്സിന് ചികിത്സയുണ്ട് ഖുർആനിൽ, ശരീരത്തിന് ചികിത്സയില്ലേ ഖുർആനിൽ. മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതട്ടെ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് വാട്ടറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നാളെ മുതൽ ഞാൻ ഇതിനില്ല, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. ചെറുപ്പക്കാരാ പറഞ്ഞേക്കണം. വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അല്ലാഹു ബർക്കത്ത് തരില്ല കേട്ടോ. അല്ലാഹു തആല വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരന് പോലും തന്നെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ്. പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബർക്കത്തുണ്ടാകാനാ? എങ്ങനെ ജീവിതം ശോഭിക്കാനാണ്? അവിടെ ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അത് തകരാൻ പോകുന്ന ജീവിതമാണ്. അല്ലാഹുവിനനുസരിക്കാത്ത പോക്കാണത്. നിർത്തിക്കോ ചെറുപ്പക്കാരാ. നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്ക്, പെണ്ണെ
തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് അതിന്റെ ബാക്കി വൽ മആസിഫു അലാ റൂസിഹിം ഇദാ റഅയ്തൽ മആസിഫ അലാ റൂസിഹിം അവരുടെ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തു വന്ന് കരുതിയേക്കണം ഇബ്നു മസ്ഊദ്. എന്തായി പറഞ്ഞറിയോ? ഹെഡ്ഫോണിൽ വെക്കുന്നത്, ഹെഡ്ഫോൺ വെച്ച് നടക്കുക, തലയാട്ടിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കുക, ചെവിയിൽ കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ, പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ, ഹറാമായ മ്യൂസിക്കുകൾ. മ്യൂസിക്കൊക്കെ ഹറാമല്ലേ? ഏതൊക്കെ ഹലാലുള്ളത് ഒക്കെ ഹറാമാണ്, പറ്റില്ല എന്നാണ്. പടച്ചോനെ ഞാനിപ്പോ കേൾക്കാണ്, മനസ്സിലാക്കിക്കോ ഹറാമാണ്. മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്ന് അറിയുന്ന പടച്ചവനാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂ മൂസ അശ്അരി നിങ്ങൾക്ക് അല്ലാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ. മനോഹരമായ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിന് അറിയാം. അതിലേക്ക് ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ, മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം, ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന, നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിലിൽ ഖുർആന തർതീല. മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കി, നിങ്ങൾക്ക് മ്യൂസിക്കിന്റെ പരിഹാരം ഖുർആനല്ലേ? മനോഹരമായ ഖുർആൻ മനോഹരമായിട്ട് ഓതണം. യാസീനൊക്കെ ശ്രദ്ധ പിടിച്ചോതുക. സാമാരോടാണ് പറയേണ്ടത്. കാര്യമായ തിരക്കിൽ 2 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ യാസീൻ തീർക്കേണ്ട കരാറെടുക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ചെയ്യല്ലേ, സമയമില്ലെങ്കിൽ ഓതണ്ട, അല്ലെങ്കിൽ പിന്നെ പോയാൽ മതി അവരേക്ക്. അന്തസ്സിൽ ഖുർആന്റെ കൽബല്ലേ യാസീനൊക്കെ? ഖുർആന്റെ കൽബ് യാസീൻ. ഖുർആനിലേക്ക് എന്തെങ്കിലും മുസ്ലിം എന്താ ഖുർആൻ? ഇത് ഖുർആനാണ്. വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. വറത്തിലിൽ ഖുർആന തർതീലാ. ഖുർആൻ മധുരമായി ഓതണേ നബിയേ, മധുരമായി ഓതണേ മുഅ്മിനീങ്ങളെ. എന്താണെന്നറിയോ? പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് കഴിയും. അത് മനോഹരമായിട്ട് ഓതണം. ബഗ്ദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി, തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സ്വഹാബി, ആ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ പാട്ട് പാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ലൗ ജഅൽതഹാ ലിതിലാവത്തിൽ ഖുർആൻ, ഇത്ര മനോഹരമായ ശബ്ദം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ട് പാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാര, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൂടെ? ഒരു വാക്കുകൾ പറഞ്ഞതാ. പിറ്റേന്ന് വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പിന്നെ മഹാനായ സ്വഹാബിക്കെതിരെ തിരിയല്ല. ആണെങ്കിൽ അപ്പൊ ഒരു വാട്സാപ്പ് മെസ്സേജ് അല്ലേ, ആരാ പറയാനും. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസീഹയാണുള്ളത്, ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞതല്ലേ, ഞാനത് സ്വീകരിച്ചു. പാട്ട് നിർത്തി, എന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ബഗ്ദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ. നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക, നന്മയിലേക്ക് തിരിച്ചുവിടണം. അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, ശബ്ദത്തിന് മധുരമുള്ള സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ കഅബയുടെ മുകളിൽ കയറിയിട്ട് മക്കം ഫതഹിന്റെ അന്ന് നിബിധങ്ങൾ വാങ്ങി വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? മക്കം ഫതഹായപ്പോ കഅബയുടെ മുകളിൽ കയറി വാങ്ങി വിളിച്ചത് ആരാണ്? ആരാ വാങ്ങി വിളിച്ചത്? ബിലാൽ റളിയല്ലാഹു തആല. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള സ്വഹാബിയാണ്. ചെറുപ്പക്കാരനാ, 17 വയസ്സായിരുന്നു. അപ്പൊ ഇങ്ങനെ കളിയാക്കി, അതിനേക്കാളൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു ത്വരത്തിൽ വാങ്ങ് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരെ കളിയാക്കി ചിരിക്കുക. 17 വയസ്സല്ലേ, നമ്മുടെ ടീനേജേഴ്സ്, നമ്മുടെ ന്യൂ ജനറേഷൻ. നമ്മളൊക്കെ ആ ജനറേഷനിൽ വന്നു തന്നെയാണ്. ഇപ്പോഴായിട്ടൊരു ന്യൂ, നമ്മളൊക്കെ വന്നതന്നെയല്ലേ. ന്യൂ എന്ന് പറയുന്നത് ഇനി ഓൾഡ് ആവാൻ പോവാണ്, ഓർമ്മ വരണം. ഇനിയൊക്കെ ഓൾഡ് ആവും. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി. നബിയുടെ രീതി നോക്കണം കേട്ടോ, അത് ഭയങ്കര അത്ഭുത. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് അറിയോ? എവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ, ഞാൻ ബാങ്ക് കൊടുക്കും, ഞാൻ കൊടുത്തരാന്ന്. ഞങ്ങൾ പറഞ്ഞു, പറയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ മഹ്ദൂറ ബിൻ അല്ലാഹു അക്ബർ. അങ്ങനെ ബാങ്ക് മുഴുവൻ ഓതി കൊടുത്തു.
നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്. മക്കക്കാരുടെ മുഅദ്ദിനാണ്. 40 വയസ്സായപ്പോൾ പറഞ്ഞു ഈ സ്വഹാബി, അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖ്രിപ്പൻ എടുക്കാൻ കിട്ടില്ലായിരുന്നു. അള്ളാഹുവിന് വേണ്ടി ഒരാൾ വാങ്ങു കൊടുത്താൽ നാളെ ഖിയാമത്ത് നാളിൽ കിരീടം അണിയിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന് വേണ്ടി ചെയ്യണമെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി ചെയ്താൽ നീയത്ത് ശരിയാവാം. അള്ളാഹുവിന്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ കളിയാക്കണ്ട, പാട്ടുപാടുന്ന ആൾക്ക് നിർത്തിയിട്ട് വാങ്ങു കൊടുക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈവേർട്ട് ചെയ്യും. ഖുർആൻ മധുരമാണ്. ഖുർആൻ മധുരമല്ലേ? എത്ര വലിയ മധുരമാണ് ഖുർആനിന്റെ. അബൂ ഹഫ്സ അബ്ദുൽ മാലിക് അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു, കനേഡിയൻ റസൂലർ പറഞ്ഞു, I have read many books. I didn't know there are books that are recited. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണാനാണ്. മുസ്ലിമാവാൻ ആഗ്രഹമുണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള റസ്ലിംഗ് ചെയ്യുന്ന ആളാണ് എന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലെയർ, കനേഡിയൻ, മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ്, ഖുർആൻ ഓതുന്നുണ്ട്. എന്തൊരു മധുരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണിനല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. ആയത്തോതിട്ട് കണ്ണ് കാണാത്ത ആൾ പറയാണ്, കണ്ണിനല്ലല്ലോ അന്ധത, എനിക്ക് കണ്ണില്ല ശരിയാ, പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഇത് അല്ലാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കനേഡിയൻ, a journey not like any other journey. ഒന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ കാണാം. എന്തൊരു മനോഹരം. ഖുർആൻ ഓതിയിട്ടിങ്ങനെ മതി. നമുക്ക് പാട്ട് നമുക്ക് വേണം, തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട്, പെണ്ണിനെ ചെറുക്കിനെ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ മാപ്പിളപ്പാട്ടിന്റെ പേരിടുക. എന്നിട്ട് നമ്മളാണ് സ്പോൺസർ ചെയ്യാറ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ, കുഴപ്പമില്ല, മ്യൂസിക് ഇല്ലാതെ കേൾക്കും. അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പഠിപ്പിക്കല്ല, നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ, നല്ല പാട്ട് അവർ പാടിക്കോട്ടെ, നല്ല പാട്ട് പാടിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ലാഹു ഇഷ്ടമാണ്. ഇന്നി അക്റഹു അൻ യുഖാല ഇന്ന ഫീ ദീനികും ഗിൽള. നിങ്ങളുടെ ഈ ദീൻ ഒരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ചിരിയും ആനന്ദവും ഒക്കെ നിങ്ങൾക്കാവാം, അല്ലാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതി. അത്രയേ ഉള്ളൂ, അത്രയേ പ്രശ്നമുള്ളൂ. എപ്പോഴും ശ്വാസം പിടിച്ചു കിടക്കാനൊന്നും വേണ്ട, ചിരിച്ചോളൂ, കുഴപ്പമില്ല. തിരിച്ച കൂരിട്ടുന്നല്ലേ. അപ്പൊ അല്ലാഹുവിന്റെ കലാം കൊണ്ട് മ്യൂസിക്കിന് നമുക്ക് മാറ്റി വെക്കണം. ഇനി ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, 7 ദിവസം ഒന്ന് ട്രൈ ചെയ്യും. 7 ദിവസം 7 ദിവസം തങ്ങൾ പറഞ്ഞു, ചെവിയുടെ മുകളിൽ മനസ്സിലായല്ലേ, ചെവിയുടെ മേൽ ഹെഡ്ഫോണുകൾ വെച്ച് നടക്കുന്ന കാലം എന്നാണ് ഹദീസിന് അർത്ഥം കൊടുക്കുക. തലക്ക് മുകളിൽ മ്യൂസിക് ഉപകരണങ്ങൾ വെച്ച് നടക്കുന്ന കാലം അന്ത്യനാളിൽ വിളിച്ചറിയിക്കുന്ന കാലമാണെന്ന് റസൂലുള്ളാഹി. എന്തൊരു അത്ഭുതം. മുമ്പിനെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ച് നടക്കാന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉപകരണം ചെവിയിൽ തലയിൽ വെച്ചിരിക്കുകയാണെന്നില്ലേ. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കോളേജിലൊക്കെ വരാന്തയിലൂടെ നടക്കുക, ഭയങ്കര പട്ടപ്പാടാന്ന് ചെവി കടിച്ചു, എന്നാണ് കുട്ടുകയെന്നറിയില്ല, ആചാര്യ സൗണ്ടിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഒന്ന് മാറ്റി വെക്കി. നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെന്നറിയുന്ന അല്ലാഹു അതിന് പകരം തന്നതാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ആരെങ്കിലും കോപ്പി ചെയ്യണം, ചെറുപ്പക്കാർക്ക് ചില താടികൾ പ്രത്യക്ഷപ്പെടുന്നത് മാഷാ അല്ലാഹ്, അത് അല്ലാഹുക്ക് വേണ്ടിയുള്ളതാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതോ സ്റ്റാറുകളുടെയോ ഹീറോകളുടേതാണെന്ന് അല്ലാഹു ആലം. ചില പ്രത്യേക ഹെയർ സ്റ്റൈൽ ഉണ്ടാകുന്നുണ്ട്, അല്ലാഹുക്ക് വേണ്ടി ആ താടി വെച്ചാൽ കൂരി കിട്ടും. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന്, we are naturally imitative. ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും. ചില ആളുകൾ അനുകരിക്കാൻ തോന്നുന്നു, അയാളെ പോലെ ഒരു പെണ്ണിനെ അവളെ പോലെ എനിക്കാവണം. അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിൽ അത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്റെ നബി നിങ്ങൾക്ക് റോൾ മോഡലാണ്, എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കോപ്പി അടിച്ചോ, ഒരാൾ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും, അത് എന്റെ റസൂലായിക്കോട്ടെ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു
ശിക്ഷ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ്, ഖുർആൻ ഓതലാണ്. ചെറുപ്പക്കാരെ 7 ദിവസം ചെയ്യാം. മ്യൂസിക് കേൾക്കാൻ തോന്നുമ്പോഴൊക്കെ ഒരു ഖുർആന്റെ റിസൈറ്റർ, വലിയ വലിയ കാര്യങ്ങളില്ലേ, എത്ര വലിയ മഹാന്മാരാ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുൽ ബാസിത് അബ്ദുൽ സമദിനെ പോലെ റഹ്മഹുല്ലാഹ്, ഷെയ്ഖ് അഹ്മദ് അജ്മിയെ പോലെ റഹ്മഹുല്ലാഹ്, പിന്നെ ജീവിച്ചിരിക്കുന്ന എത്രയോ വലിയ 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 ആളുകൾ മരിച്ചുപോയവരൊക്കെ. ഷെയ്ഖ് അഫാസി ഉണ്ട്, മിഷാദി റാഷിദ് അൽ അഫാസി, അല്ലേ, ഒരുപാട് ആളുകൾ, ബുഖാത്തിർ, ഒരുപാട് കാര്യങ്ങൾ ഒക്കെ കിട്ടൂലേ ഖുർആനാപ്പുകളിൽ. ഒന്ന് കേട്ട് നോക്ക്. വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ, നമ്മുടെ മാംഗോ, എന്ത് മാംഗോ, മാങ്ങണത് ഖുർആൻ കേൾക്ക്. USB ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ? നമ്മുടെ വാഹനത്തിലൊക്കെ ചെയ്യാൻ പറ്റില്ലേ? USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് കോപ്പി ചെയ്ത് നമുക്ക് കേട്ട് നടന്നൂടെ? നമ്മുടെ യാത്രയിൽ ഉപകരിച്ചില്ലേ? ഖുർആൻ കേട്ടേക്കണം. ഒരു വാദ്, ഒരു ദീനിയായ ഉപദേശം, ഒരു നസീഹത്ത്, ഒരു ദിക്ർ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ആ പാട്ടൊക്കെ നിർത്തിക്കൂടെ? ഫുലാൻ പാടി, ഫുലാൻ കമ്പോസ് ചെയ്തു, ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു, ഇതാ അടുത്ത പാട്ട്. ഈ പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് കയറി കൂടിയില്ലയോ? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധമാക്കി തരും. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട്, കൊച്ചുകുട്ടിയെ കിടത്തിയിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട്. നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട്. പിന്നെ കുതിര അനങ്ങുന്നില്ല. ഖുർആൻ പിന്നെയും വീട്ടിലേക്ക് വന്ന് രാത്രി ഖുർആൻ ഓതാണ്. രാത്രി ഇതൊക്കെ കേൾക്കാൻ ഖുർആൻ ഓതുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ? വാപ്പ വരുന്നുണ്ട് പാതിരാത്രി. ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉമ്മ ഫുൾ ടൈം വാട്സാപ്പിൽ കിടക്കുക. ആൾക്കാർ 10 വർഷം ഒരു മെസ്സേജ് അപ്പൊ കിട്ടി, ഒന്ന് ഓൺ ചെയ്താ കിടക്കുന്ന ഖുർആൻ ഓതിക്കൂടെ? ഇങ്ങനെ തിരിച്ചു മറിച്ചു നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ? നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനുമുള്ളത് പൈശാചിക മാതൃകകൾ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിര ഇങ്ങനെ ചാടുന്നു. രണ്ടാമതും ബഹുമാനപ്പെട്ടവർ പുറത്തു പോയി ചെന്ന് നോക്കുമ്പോൾ ഒരു മേഘം ഇങ്ങനെ ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘം ഇങ്ങനെ ആകാശത്തേക്ക് കയറി പോകുന്നത് കണ്ടു. നേരം കൊടുത്ത് ഓടിച്ചെന്നു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഖുർആൻ ഓതുമ്പോൾ എന്റെ കുതിര ഇങ്ങനെ ചാടുന്നു. ഞാൻ വീണ്ടും അത് നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല. ഞാൻ രണ്ടാമതും തുടങ്ങുമ്പോൾ ചാടുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ റഅയ്തു ഗമാമതൻ, ഞാനൊരു മേഘം കണ്ടു നബിയേ, ഫീഹാ സുറുജുൻ, അതിന്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തിൽക സകീനത്തുൻ നസലത് ലിഖിറാഅതിക യാ ഉസൈദ്. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ ഖുർആൻ ഓതിയ ആ മധുരമുള്ള ഖിറാഅത്ത് കേൾക്കാൻ ശാന്തമായ രാത്രിയിൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നതായിരുന്നു. നിങ്ങൾ നിർത്താതെ നേരം പുലർന്നിട്ടും ഖുർആൻ ഓതുകയാണെങ്കിൽ ലറഅത്ഹന്നാസു അയാനാ, സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു.